ഹലോ ഗായ്സ്, മിഷേലിലേക്ക് സ്വാഗതം. എന്തൊക്കെ നിങ്ങൾക്ക് വിഷയൊക്കെ സുഖം തന്നെയല്ലേ? കുറച്ചൊന്ന് സുഖം കഴിഞ്ഞു. അപ്പണ് ഞാൻ ഓസോർവരിലൊന്ന് വരാങ്ങി. അന്നല്ലേ ഞാൻ ദുബായ് മാളിന്റെ വീഡിയോ വിട്ട്, എന്നിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടാ? നല്ല രസല്ലേ? പാട്ടും ഇതൊക്കെ ഇട്ടിട്ട്. ദുബായ് മാൾ അടിപൊളി സ്ഥലത്തൊക്കെ പോവാൻ മക്കളെ. ഇപ്പൊ ഒരു സാധനം കാണിച്ച്, അതാക്കണ് ആമച്ചവിട്ടി അല്ല, നല്ല കടിച്ചണ ആമച്ചവിട്ടി. കണ്ടില്ലേ? ഒന്നും കൂടി വരല് കണ്ടില്ലേ? നല്ല രസയാ ആമച്ചവിട്ടിനാണ്. സുന്ദരന്മാരി കുഞ്ഞു കുട്ടികൾ ആമച്ചവിട്ടി വെക്കാണ്. നല്ല രസയ ചുന്ദരിയാള് അക്കാരി. ദുബായ് മാളത്തെ അക്കോര് നല്ല സൂപ്പറായി. മറ്റേ പറക്കന് മീന് കണ്ടാല് സുന്ദരികള്, പല മീന് സുന്ദരി കുട്ടികള്. കണ്ടില്ലേ സുന്ദരി കുട്ടികളെ? ചുഞ്ഞു കൊണ്ടേത് കുട്ടികളെ, ചുന്ദരി കുട്ടികളെ കണ്ടില്ലേ? എത്രമാതിരി മീനാളുണ്ട് കണ്ടില്ല? അതാ മക്കളെ പോയി ഒരാള് ഷാർക്ക്. അതാ കണ്ടില്ല? ഷാർക്ക് കണ്ടില്ല? മൂക്കാപ്പി പോണ്, മൂക്കറാപ്പി കണ്ടില്ല? മൂക്കറാപ്പിയാള് പോണ്. പല ഷാർക്കുണ്ട്. എത്രമാതിരി ഷാർക്കിന് പൊറച്ചെത്താൻ നമ്മളെ കടിച്ചു തന്നെ. ഇത്രേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ? കുത്തണ മീൻ ഇങ്ങനെ കുത്തും, വില കടിച്ചു നിർത്തുന്നു. അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ടായി. അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർക്ക് ഒരു പല സാധനം ഇട്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെ ആ ഷാർക്കും ആ കുത്തണ മീനും കുത്താത്ത? അതങ്ങളൊന്ന് പറഞ്ഞു തരോ പ്ലീസ്? കുത്തണ മീനാണ് പറയാ തരണ്ടി. ഇങ്ങളും പറയാ, നാട്ടിൽ നിന്ന് കുത്തിന് മീന് തരണ്ടി പറയാട്ടാ. വാലുമ നോക്കി സൂചി പോലത്തെ സാധന, ആ സാധനറ്റാ കുത്തല്. അല്ലാതെ വെറുതെ ഒന്നും കുത്തൂല. അല്ലാതെ കാട്ടുമ്പോ കുത്തുള്ളൂ അതിനെ. എനിക്ക് മീനെ കണ്ടോണ്ട് എനിക്ക് പല മീനെടുത്ത് പെരി കൊണ്ട് എനിക്ക് പൊരിച്ച് തിന്നാൻ തോന്നുന്നു. അറുത്തു എനിക്ക് വെള്ളം വരുന്ന തൊളിയും. അപ്പൊ ഞാൻ പോരിനില്ല. ആൾക്കാരുണ്ടാവും അതിനെ കാണാൻ. എത്ര പൈസ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ? ഞങ്ങൾക്കൊന്നും ഉള്ളിൽ കയറാൻ പറ്റിയില്ല. പൈസ ഉള്ളിലുള്ളവരെ കാണിച്ചു തരപ്പ. കണ്ടില്ലേ? ഇതാക്കണ ഉള്ളിലുള്ളവരെ കണ്ടില്ലേ? ഉള്ളിലുള്ളവരെ ഇപ്പൊ കാണിച്ചു. ഇങ്ങോട്ടോ കളി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ അടിയൊക്കെ അങ്ങനെ തിരിഞ്ഞു പോയപ്പോ മീനൊക്കെ ഫുഡ് എടുക്കാം. കൊറേ മീനക്ക് ഫുഡ് എടുത്ത്. എന്നിട്ട് ഷാർക്കിനെന്താ ഫുഡ് എടുക്കാത്ത? ഞാൻ പെച്ചിനോട് പറഞ്ഞു, പട്ടാണി അപ്പൊ അതിന് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു. ഇതേതാ മീനുകളൊന്ന് പറഞ്ഞു ചാക്കിനെ കല്ല്. എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ നല്ല പൂതിണ്ടായിരുന്നു. പ്ലീസ് നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ചൊന്ന് പൈസ തരും, എന്നിട്ട് ഞാൻ കയറിക്കളി. ഷാർക്ക് വെച്ച് തിന്നും പറഞ്ഞപ്പോ ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ ഉണ്ടാതെ
ഇത് ചെയ്യാത്ത വയസ്സാവും. ഈ അക്വേറിയത്തിൽ എങ്ങനെയൊക്കെയാ മീൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാ മീനിന്റെ ഭക്ഷണത്തിൽ പിന്നെ നോക്കുമ്പോൾ കുഞ്ഞു മീൻ വന്നു, പിന്നെ നോക്കുമ്പോൾ വലിയ ഷാർക്കും വന്നു, കുത്തുന്ന മീനും വന്നു. ഒക്കെ കണ്ടപ്പോൾ ഇതാക്കി എന്ത് പൊട്ടിച്ച് പുതിയ സാധനമൊക്കെ അപ്പോൾ ഞങ്ങൾ കാണാൻ പറ്റി. ഇത്രയാണ് ഇതിന് പറയാന്. ഓക്കേ, ഇവിടുത്തെ കാണാൻ കുറേ കുട്ടികളുണ്ട്. ഇമ്മാനുപ്പാനും പോവാന്ന് വെച്ചിട്ട് ഞാനും വരുന്നില്ല, ഓനും വരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ നിങ്ങൾ കമന്റ് ചെയ്യണം. എനിക്കിഷ്ടമുള്ള മീനാണ് ഷാർക്ക് മോനി. മക്കളെ, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ വലത്തത്തെ ഷാർക്കിനെ പിടിച്ച് അരിയരുത്. അത് നമ്മളെ കടിച്ച് തിന്നും, നമ്മളെ അള്ളാഹുവിൻ്റെ അടുത്താവും. മനസ്സിലായ? നിങ്ങൾ എന്ത് ചെയ്യരുത്. നിങ്ങൾ അത് കണ്ട പോലെ ഇതിൻ്റെ വോയിസ് ഓവർ കേട്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കാണിച്ചുതരാം, ഇപ്പം കാണും. ഇതാക്കണ ഷാർക്ക് കണ്ടിരൻ്റെ ഷാർക്ക് എൻ്റെ കാട്ടിന് ഷാർക്ക് കണ്ടിരതാണ്. ഉറുമ്പുകൾ അടി കൂടി ഇങ്ങനെ ഉറുമ്പിൻ്റെ പോലെ നടക്കുന്നത് നല്ല സുന്ദരിയായിട്ട്. കണ്ടിര പഴയ മീൻ കാണുന്ന കുറച്ചൊന്നുമില്ല, കുറേ മീനുണ്ട്. കണ്ടില്ല? ഇതാ ഞാൻ പറഞ്ഞ അയാൾ അതിനുള്ളിൽ മീൻ കൊടുക്ക, ഇത് കൊടുക്ക, ഫുഡ് കൊടുക്ക, പിന്നെ ചോറ് കൊടുക്ക, അതിന് ബെസ്റ്റിട്ട് കൊടുക്ക, ചോറ് കൊടുക്കേ. കണ്ടില്ല മക്കളെ? കുട്ടികളെ പോലെ നല്ല രസമാണ് കാണാന്. സുന്ദരി കുട്ടികളെ ഫുഡ് കൊടുക്കുക നല്ല രസമാണ്. എന്നിട്ട് അങ്ങനെ പറന്ന് പോണ്. മനസ്സിലായ? കണ്ടില്ലേ ചുന്ദരിയാളെ, കുഞ്ഞു സുന്ദരിയെ. ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടാ മക്കളെ. കണ്ടില്ല? എല്ലാരും കാണാൻ വന്നിക്കണ്. കണ്ടില്ല? അതിനെക്കാട്ടൊരു തറേന്റെ ഉള്ളിലൊരു അതിന്റെ തൊണ്ട തുറക്കുമ്പോ അതിന് കൊടുക്കുന്നുണ്ട് തൊള്ളയില് ഫുഡ്. ഇപ്പൊ കഴിയൂട്ടാ ഫുഡ്. കണ്ടില്ല? ഫുഡ് കഴിയണ്. ഒരു മിനിറ്റ് കൂടി ഫുഡ് ചെയ്യും. ഇപ്പൊ ഫുഡ് കണ്ടില്ല? പല മീനാണ് അതിൻ്റെ അടുത്ത് പോയി അതിനെ കടിച്ചാൻ വരും. ഇതൊക്കെ മാത്രം കൊടുക്കണുള്ളൂ. ഷാർക്കിനൊന്നും കൊടുക്കാൻ പറ്റൂല. അതായ പട്ടാണി ഷാർക്കൊന്നുമില്ല. പട്ടാണിയാണോ അത്? എന്നാലും അത് നമ്മൾ കൈയിട്ടാ അത് കടിച്ച്. ഇനി ഇറച്ചിയാനേ പറ്റുള്ളൂ ഷാർക്കൊക്കെ. ബാക്കിയുള്ള മീനുകൾക്ക് മറ്റേ മീന്, കല്ലുമീന്, ആ മീന് ഒഴിച്ചെടുത്താൽ അതേനെ ഞാൻ തിന്ന് എല്ലാരും പോയി. ഇപ്പതാ കണ്ടില്ല? ഫുഡ് കഴിഞ്ഞ് മക്കളെ. നമുക്ക് സർപ്പനേക്ക് പോയാലോ? കേറി മീനൊക്കെ കണ്ടില്ലേ? ഇനി നമ്മള് ഇങ്ങനെ ഒരു പാമ്പിന് പോലത്തെ ഇങ്ങനത്തെ ഒരു സാധനം വരും. ഏറ്റവും വലുതാണ് ബുർജ് ഖലീഫയുടെ ലോകം ഉള്ളതാണ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫക്ക് കാണാൻ എല്ലാവരും ഉണ്ട്. കാണാൻ
ഞങ്ങളൊക്കെ രാത്രി കഴിഞ്ഞ് പോവാൻ നിന്നത്. രാത്രി പോയപ്പോ ഞാൻ അങ്ങനെ ഇറങ്ങി. പിന്നെ നോക്കുമ്പോ അങ്ങ് ഓടിപ്പോയി. പിന്നെ നോക്കുമ്പോ ഞങ്ങളെ കസാലയില് കൊറേ പൂച്ച വന്നു. എന്നിട്ട് ഓടിപ്പോയി ഞങ്ങള് ഒരു പുല്ലിന്റെ സ്ഥലത്തെത്തി. അവിടുന്ന് ഞങ്ങള് പള്ളറച്ച് തിന്ന് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ പോയി. ഡാൻസ് നോക്കാണ് ഇങ്ങോട്ടോക്കാണ് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പാമ്പിന്റെ പോലത്തെ ഡാൻസ് അടിച്ചിട്ട്. 6 മണിക്ക് ഈ ഡാൻസ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ കാണാൻ പറ്റൂല. ആൾക്കാരുണ്ട്. ബുർജ് ഖലീഫന്റെ ഈ സ്വിമ്മിംഗ് പൂളിൽ ഒരു മീനില്ല. എന്നാലും അതിക്ക് ചാടാൻ ആരും സമ്മതിക്കില്ലോടൂ. രാത്രിയൊക്കെ ബുർജ് ഖലീഫ ഇവിടെ കുത്ത് എന്നിട്ട് കൊണ്ട് ഞാൻ ഡാൻസ് കളിച്ചത്. Wow, beautiful, so beautiful, so Burj Khalifa, looking like a Burj Khalifa. Wow, Burj Khalifa. എന്റെ പാപ്പ സുട്ടോട്ടില് പീരാങ്കി ഡാൻസ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടോളി. അതാ ഇതെന്റെ പീരാങ്കി ഡാൻസ് കണ്ടീല്ലേ? ചെരുപ്പില്ലാത്തൊരു ഡാൻസ് കണ്ടില്ലേ കളിച്ചിരിക്കണ്. കത്തണ ബുർജ് ഖലീഫ കുണ്ടീഫ ചെയ്യോ? So beautiful, ബുർജ് ഖലീഫ. Wow, beautiful. മക്കളെ, നിങ്ങൾ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യോണ്ട്, പിന്നെ ഈ ലൈക്കും കമന്റും ചെയ്യോണ്ട്, പിന്നെ നിങ്ങൾ ഈ ഉഷാറായ ഈ മോണാറ്റൊന്ന് കായോണ്ട്. അപ്പൊ നമ്മള് ഇനി ബുർജ് ഖലീഫയുടെ പാട്ട് നേരത്തെ പാടണ്ട് കുറച്ച്. ഇനി വേറെ വീഡിയോ ഉണ്ടായില്ലേ ഇടണ്ട്. ബുർജ് ഖലീഫ വീഡിയോ നിങ്ങൾക്ക് കാണാം.